നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവവചനവുമായി എല്ലാവരുടെയും മുമ്പിൽ വരാൻ കർത്താവ് തന്ന അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പ എന്നുള്ള സമയത്തിനായി സ്തുതിക്കുന്നു. അങ്ങനെ വചനം ശക്തിയോടും ബഹുനിശ്ചയത്തോടും ദൈവാത്മാവിന് ശക്തിയോടും പുറപ്പെടുന്നതുകൊണ്ട് സ്തുതിക്കുന്നു. അങ്ങനെ വചനം ക്രിയ ചെയ്യട്ടെ. അങ്ങനെ വചനം വെളിപ്പാടായി മാറട്ടെ. അങ്ങയുടെ വചനം വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. അങ്ങയുടെ വചനം കർത്താവെ പണിയട്ടപ്പ. അങ്ങയുടെ വചനം പണിയട്ടെ. അങ്ങയുടെ വചനം എൻലൈറ്റൻ ചെയ്യട്ടെ. അങ്ങനെ വലിയ പ്രവർത്തിക്കാൻ സ്തുതിക്കുന്ന എല്ലാ ദസറാനായ സുനാഥ് തന്നെയാണ്. നമുക്കൊരു വാക്യം ഭാഗം വായിച്ചു തുടങ്ങാം. 53-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് നമ്മളിവിടെ കാണുന്നത്? ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. അപ്പം ഇവിടെ എസെൻഷ്യലി 2 കാറ്റഗറീസ് ഓഫ് ആൾക്കാരെ പറ്റി പറയും. ഒന്ന് മൂഢൻ, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. പിന്നെ പറയുന്നത് ബുദ്ധിമാൻ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. അപ്പോൾ ഏറ്റവും നോട്ടബിളായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈവൻ ഈ മൂഢനെ പറ്റി പറയുമ്പോൾ മൂഢൻ്റെ പ്രവർത്തികളെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ പറയുന്ന ഒരു കാര്യം ഇതാണ്: ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. വേറൊരു ഭാഷ പറഞ്ഞാൽ മൂഢനായ മനുഷ്യൻ കർത്താവിൻ്റെ പരിജ്ഞാനത്തെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു. അതിനെ മാറ്റി ദൈവമില്ല എന്നൊരു അസത്യം കൊണ്ട് തൻ്റെ ഹൃദയത്തെ നിറച്ചിരിക്കുന്നു. നാച്ചുറലി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അതിന് തക്കവണ്ണമാകുന്നു. വഷളന്മാരായി മ്ലേച്ഛകരമായ നീതികേട് പ്രവർത്തിച്ച് നടക്കും. അപ്പം മൂഢനായ വ്യക്തി കർത്താവിൻ്റെ പരിജ്ഞാനത്തെ ഹൃദയത്തിൽ ത്വജിച്ച് നടക്കുന്നു. അവൻ്റെ പ്രവൃത്തി അതുപോലെയാകുന്നു. അപ്പം നാച്ചുറലി മൂഢനല്ലാത്ത ബുദ്ധിമാനായ വ്യക്തിയെപ്പറ്റി നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന ഇതായിരിക്കും: ബുദ്ധിമാനായ വ്യക്തി, ഭക്തനായ വ്യക്തി, പ്രാർത്ഥിക്കുന്ന, ബൈബിള് വായിക്കുന്ന, ദൈവസഭയിൽ പോകുന്ന ഭക്തനായ വ്യക്തി എന്ന് നമ്മൾ ചിന്തിക്കും. തീർച്ചയായും അതെല്ലാം ഉണ്ട്. പക്ഷെ ഈവൻ ബുദ്ധിമാനായ വ്യക്തിയെപ്പറ്റി പറയുമ്പോൾ പ്രവൃത്തിയെപ്പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ 2-ാം വാക്യത്തിൽ പറയുന്നു ഇതാണ്: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. മൂഢൻ കർത്താവിൻ്റെ പരിജ്ഞാനത്തെ ഹൃദയത്തിൽ ത്യജിച്ച് കളയുന്നു. ദൈവമില്ല എന്ന അസത്യം കൊണ്ട് നിറച്ചിരിക്കുന്നു. അവൻ്റെ പ്രവൃത്തി അതുപോലെയാകുന്നു. ബുദ്ധിമാനെ പറ്റി പറയുന്നത് എന്താണ്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. മൂഢൻ കർത്താവിൻ്റെ പരിജ്ഞാനത്തെ ഹൃദയത്തിൽ ത്യജിച്ച് കളഞ്ഞ വ്യക്തി പ്രവൃത്തി അതുപോലെയാകും. പക്ഷെ മറുവശത്തോ ബുദ്ധിമാൻ ആരാണ്? പ്രാർത്ഥിക്കുന്നവനായിരിക്കും, ബൈബിൾ വായിക്കുന്നവനായിരിക്കും, പ്രവൃത്തി അതുപോലെ ആയിരിക്കും. പക്ഷെ അതിലും ഉപരിയായിട്ട് പരിശുദ്ധാത്മാവ് ബുദ്ധിമാനെ പറ്റി പറയുന്ന എന്താണ്? അതിന് മുമ്പായിട്ട് എന്താണ് പറയുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നറിയാൻ ദൈവം സ്വർഗത്തിൽ നോക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. മൂഢനായ വ്യക്തി കർത്താവിൻ്റെ പരിജ്ഞാനത്തെ ത്യജിച്ച് കളഞ്ഞ വ്യക്തി. മറുവശത്ത് ബുദ്ധിമാനാരാണ്? അവൻ്റെ മൂഢൻ്റെ പ്രവൃത്തി അതുപോലെയാവുന്നു നാച്ചുറലി. പക്ഷെ മറുവശത്തുള്ള ബുദ്ധിമാനാരാണ്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ?
ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എന്താണത് കൂടുതൽ അർത്ഥമാക്കുന്നത്? അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വേറൊരു വേദഭാഗം വായിക്കാം. സദൃശവാക്യങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. മകനെ, ജ്ഞാനത്തിന് ചെവികൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായിക്കുകയും ചെയ്യേണ്ടതിന് എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദമുയർത്തുന്നു എങ്കിൽ, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നു എങ്കിൽ, നീ യഹോവഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ! ഇത്ര മനോഹരമായൊരു വാക്യം. ദൈവത്തെ അന്വേഷിക്കുന്നതിനെ പറ്റി ഇത്ര മനോഹരമായിട്ടൊരു വേദഭാഗം കാണിച്ചേക്കാണ്. വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദമുയർത്തുന്നുവെങ്കിൽ, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ മാത്രം നീ യഹോവഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. വേറൊരു ഭാഷ പറഞ്ഞാൽ, ദൈവത്തെ ആർത്തിയോടെ ദാഹത്തോടെ ദൈവത്തിൻ്റെ മർമ്മങ്ങളെ ദാഹത്തോടെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധി കണ്ടെത്തുന്നത്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അവനാണ് ബുദ്ധിമാനായി മാറുന്നത്. ഞാൻ ഒരിക്കലും പറയട്ടെ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ, അതാണല്ലോ നമ്മുടെ മെയിൻ ഫോക്കസ്. ദൈവത്തെ ദാഹത്തോടെ, ദൈവിക വചന മർമ്മങ്ങളെ ദാഹത്തോടെ ആർത്തിയോടെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധി കണ്ടെത്തുന്നത്. അഥവാ അങ്ങനൊരു മനുഷ്യനാണ് ബുദ്ധിമാനായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്! നമ്മൾ കണ്ടു മൂഢനാരാണ്? ദൈവിക പരിജ്ഞാനത്തെ ഹൃദയത്തിൽ ത്യജിച്ചു കളഞ്ഞ മൂഢൻ. എൻ്റെ പ്രവൃത്തി അതുപോലെ. മറുവശത്ത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? ദൈവത്തെ ദാഹത്തോടെ, ആ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ ദാഹത്തോടെ ആർത്തിയോടെ അന്വേഷിച്ച്, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തെരയുന്നവനാണ് ബുദ്ധിമാനായി മാറുന്നത്. അങ്ങനൊരു മനുഷ്യനാണ് ദൈവസന്നിധിയിൽ ബുദ്ധിമാനായി മാറുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നറിയുവാൻ യഹോവ സ്വർഗത്തിൽ നോക്കുന്നു. മൂഢൻ ദൈവിക പരിജ്ഞാന ഹൃദയത്തിൽ ത്യജിച്ചു കളഞ്ഞു. പ്രവൃത്തി അതുപോലെയാണ്. മറുവശത്തോ കർത്താവ് നോക്കുന്നതാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? ദൈവിക മർമ്മങ്ങളെ ദാഹത്തോടെ ആർത്തിയോടെ അന്വേഷിച്ച് ബുദ്ധിമാനായി മാറുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കും. നീ ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി, ഈ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നുള്ള ആ മർമ്മം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി, ദൈവത്തെ അന്വേഷിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പുതിയ നിയമത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് 2 പത്രോസ് 1-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ തൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. എന്തൊക്കെയാണ് ഇവിടെ കണ്ട്? നമുക്ക് വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാലാണ് നമ്മൾ ലോകത്തിലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ. 5-ാമത്തെ വാക്യം ഒരിക്കൽ വാക്യം. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. അത് നിമിത്തം നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് ഈ സകല ഗുണങ്ങളും കൂട്ടിക്കൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്! നമുക്ക് അതിമഹത്വകരമായ വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്.
ജീവനും ഭക്തിക്കും വേണ്ടിയുള്ള എല്ലാം തന്നിട്ടുണ്ട്. എങ്കിലും 5-ാമത്തെ വാക്യം ക്ലിയറായിട്ട് പറയും, അതുകൊണ്ട് നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങൾ സകല ഗുണങ്ങളും വർദ്ധിച്ചു വരുവിൻ. വേറൊരു ഭാഷയിൽ പറഞ്ഞ ഈ സകല വാഗ്ദത്തങ്ങളും നൽകിയിട്ടുണ്ടെങ്കിലും ജീവനും ഭക്തിക്കും വേണ്ടിയുള്ള എല്ലാം നാം തന്നിട്ടുണ്ടെങ്കിലും നാം സകല ഉത്സാഹവും കഴിച്ച് നാം അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഈ ഗുണങ്ങൾ നമ്മൾ കാണണമെന്നില്ല. വേറൊരു ഭാഷ പറഞ്ഞ ആർത്തിയോടെ ദാഹത്തോടെ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ അന്വേഷിച്ച് സകല ഉത്സാഹവും കഴിച്ച് ഈ വചനത്തിൻ്റെ വാദിമാത്തവരായ വാഗ്ദത്തങ്ങൾ നാം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നാം ഈ പറഞ്ഞ ഗുണങ്ങളിൽ നാം വർദ്ധിച്ചു വരണമെന്നില്ല. വേറൊരു ഭാഷയിൽ പറഞ്ഞ സകല ഉത്സാഹവും കഴിച്ച് കർത്താവിനെ അന്വേഷിച്ച് വചനത്തിൻ്റെ മർമ്മങ്ങളെ അന്വേഷിക്കുന്നില്ല എങ്കിൽ നാം ഈ ദൈവിക പരിജ്ഞാനത്തിൽ ഈ സൽഗുണങ്ങളിൽ വരണമെന്നില്ല. കർത്താവ് സ്പെസിഫിക്കായിട്ട് പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവൻ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ അന്വേഷിക്കുന്നവൻ, സകല ഉത്സാഹവും കഴിച്ച് അന്വേഷിക്കുന്നവനാണ് സകല ഗുണങ്ങളിലും വർദ്ധിച്ചു വരുന്ന. ദൈവാത്മാവ് ചോദിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നിമിത്തം സകല ഉത്സാഹവും കഴിച്ച് നിങ്ങൾ സകല ഗുണങ്ങളിലും സൽഗുണങ്ങളിലും വർദ്ധിച്ചു വരികയും നാം സകല ഉത്സാഹവും കഴിച്ച് കർത്താവിനെ അന്വേഷിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ മർമ്മങ്ങളെ അന്വേഷിക്കുന്നില്ല എങ്കിൽ നാം ഈ സൽഗുണങ്ങളിൽ വർദ്ധിച്ചു വരണമെന്നില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. എൻ്റെ 8-ാം വാക്യം തൊട്ട് ഒരിക്കൂടെ വായിക്കാം. 8-ാം വാക്യം, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. എൻ്റെ അടുത്ത വാക്യം വെരി ഇമ്പോർട്ടൻറ്റ്. അവയില്ലാത്തവനോ കുരുടൻ അത്രേ, അവൻ ഹസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. പ്രൈസ്, അത്ര ഭയാനകരമായൊരു വാക്യം. അവയില്ലാത്തവനോ കുരുടൻ അത്രേ, അവൻ ഹസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. എന്താണ് അർത്ഥമാക്കുന്നത്? നാം സകല ഉത്സാഹവും കഴിച്ച് കർത്താവിനെ അന്വേഷിക്കുന്നില്ല എങ്കിൽ, നമുക്ക് കിട്ടിയ ദൈവിക വചനത്തിൻ്റെ നമ്മുടെ കിട്ടിയിരിക്കുന്ന അതിമഹത്തവരായ വാഗ്ദത്തങ്ങളെ മർമ്മങ്ങളെ അന്വേഷിക്കുന്നില്ല എങ്കിൽ നാം സകല സൽഗുണങ്ങളിലും വർദ്ധിച്ചു വരണമെന്നില്ല. അതുമാത്രമല്ല, സ്പെസിഫിക്കായിട്ടൂടെ പറയുന്നു, നാം ആത്മീകമായി കുരുടനായി തീരാൻ സാധ്യതയുണ്ട്. നാം ഹസ്വദൃഷ്ടിയുള്ളവനും നമ്മുടെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും ആയിത്തീരാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കലും ഞാൻ പറയട്ടെ, നാം സകല ഉത്സാഹവും കഴിച്ച് ദൈവത്തെ അന്വേഷിക്കുന്നില്ല, ദൈവജനത്തിൻ്റെ മർമ്മങ്ങളെ അന്വേഷിക്കുന്നില്ല എങ്കിൽ, നമുക്ക് കിട്ടിയിരിക്കുന്ന അതിമഹത്വമായ വാഗ്ദത്തങ്ങളായ ദൈവജനത്തിൻ്റെ മർമ്മങ്ങളെ അന്വേഷിക്കുന്നില്ല എങ്കിൽ നാം സകല സൽഗുണങ്ങളും വർദ്ധിച്ചു വരണമെന്നില്ല. അതുമാത്രമല്ല, നാം ആത്മീകരായി കുരുടരാകാൻ സാധ്യതയുണ്ട്. നാം ഹസ്വദൃഷ്ടിയുള്ളവനും നമ്മുടെ പാപങ്ങളുടെ ശുദ്ധീകരണം വരെ മറന്നവരുമായി തീരാൻ സാധ്യതയുണ്ട്. വേറെ ഭാഷയിൽ പറഞ്ഞാൽ, കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നാം മൂഢന്മാരായി പോകാൻ സാധ്യതയുണ്ട്. പ്രൈസ്, അത്ര ഭയാനകരമായ വാക്യം. നാം ദൈവത്തെ അന്വേഷിക്കുന്നു, ദൈവത്തിൻ്റെ മർമ്മങ്ങൾക്കായി ദാഹിച്ചതിനായി കരയുന്നു, സകല ഉത്സാഹവും കഴിച്ച് അന്വേഷിക്കുന്നു എങ്കിൽ നാം സകല സൽഗുണങ്ങളിലും വർദ്ധിച്ചു വരും. അങ്ങനെ നാം ചെയ്യുന്നില്ല എങ്കിൽ നാം ആത്മീകരായി കുരുടരായി പോകാൻ സാധ്യതയുണ്ട്. നാം ഹസ്വദൃഷ്ടിയുള്ളവരും നമ്മുടെ പാപങ്ങളുടെ ശുദ്ധീകരണം വരെ മറന്നവരും തീരാൻ സാധ്യതയുണ്ട്. നാം മൂഢരായി തീരാൻ സാധ്യതയുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 കാറ്റഗറി നമ്മൾ കാണുന്നു. ഒന്ന്, ദൈവമില്ല എന്ന് പറയുന്ന മൂഢൻ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. നാം കണ്ടു, നാം ദൈവത്തെ അന്വേഷിച്ച്
മർമ്മങ്ങൾക്കായി ദാഹിച്ച് അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തെരഞ്ഞ് ഉത്സാഹത്തോടെ അന്വേഷിക്കുന്നുവെങ്കിൽ നാം സകല സൽഗുണങ്ങളും വർദ്ധിച്ചു വരിടയായിത്തീരും. പക്ഷേ നാം ഇതൊന്നും നമുക്കൊന്നും വേണ്ട, എനിക്കെല്ലാം ഉണ്ട്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ സഭയെ വരുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കിനി ഒന്നുമില്ല എന്ന രീതിയിൽ നാം സകല ഉത്സാഹം കഴിച്ച് കർത്താവിനെ അന്വേഷിക്കുന്നില്ല എങ്കിൽ നാം ആത്മീയരായി കുരുടരായി തീരാൻ സാധ്യതയുണ്ട്. നാം ഹസ്വദൃഷ്ടിയുള്ളവരും നമ്മുടെ മുമ്പിലത്തെ പാവങ്ങളുടെ ശുദ്ധീകരണം വരെ മറന്നവരായിത്തീരാൻ സാധ്യതയുണ്ട്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവിക കാര്യങ്ങൾ നാം മൂഢരായിത്തീരാൻ സാധ്യതയുണ്ട്. നാം യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരാണോ? ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വേദഭാഗങ്ങൾ വായിച്ച് മുന്നോട്ട് റോമർ എഴുതിയ ലേഖനം 1-ാം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തൻ്റെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷേമമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ഓഹോ, എത്ര ഭയാനകരമായ വാക്യം! ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിത്തീർന്നു. വേറൊരു ഭാഷ പറഞ്ഞാൽ കർത്താവിനെ അറിഞ്ഞിട്ടും അത് കഴിഞ്ഞിട്ട് കർത്താവിനെ അവൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ ശരിയായി അന്വേഷിക്കാതെ അതിനായി ദാഹിക്കാതെ സകല ഉത്സാഹവും കഴിച്ച് അന്വേഷിക്കുകയും ചെയ്യാതിരിക്കുക അവർ മൂഢരായി തീർന്നു. ഓ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം യഥാർത്ഥത്തിൽ കർത്താവിനെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരാണ്. പള്ളി പോകുന്നവരായിരിക്കാം, കൈയടിച്ച് ആരാധിക്കുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, വചനം വായിക്കുന്നവരായിരിക്കാം. പക്ഷെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നാം കർത്താവിനായി ദാഹിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ സകല ഉത്സാഹവും കഴിച്ച് അന്വേഷിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ നാം സകല സൽഗുണങ്ങളിലും വർദ്ധിച്ചു വരും. അങ്ങനെ അല്ല എങ്കിൽ നാം ഹസ്വദൃഷ്ടിയുള്ളവരും നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരണം വരെ മറന്ന കുരുടന്മാരുമായി തീരാൻ സാധ്യതയുണ്ട്. നാം യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണ്. പലപ്പോഴും നമ്മൾ വിശ്വാസി വന്ന സമയത്ത് ഒരുപക്ഷെ ഭയങ്കരമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കും. ദൈവത്തിൻ്റെ മർമ്മങ്ങളെ അറിയണം, വചനം വായിക്കുന്നു, ആർത്തിയോടെ വായിക്കുന്നു, മീറ്റിങ്ങുകൾക്ക് പോകുന്നു. അത് മാത്രമല്ല, എനിക്ക് കർത്താവിനെ കൂടുതലാണെന്ന് വലിയൊരു ദാഹം നമുക്കുണ്ടാകും. പക്ഷെ ഇന്നും അതേ ഉത്സാഹത്തോടെ നിൽക്കുന്നുവോ? ഇന്നും അതേ ദാഹത്തോടെ അതേ ആർത്തിയോടെ നിൽക്കുന്നുവോ? നാം ആ അന്വേഷണത്തിൽ നമുക്ക് മുന്നോട്ട് വരാം. നമുക്ക് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി മുന്നോട്ട് പോകാം. നമ്മളെല്ലാവരും വിശ്വാസികളാണ്, അനേകരും വിശ്വാസമാണ്. ഈ വിശ്വാസത്തെ പറ്റി ഒരു വചനം കൂടെ വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം 6-ാം വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. നാം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണോ? പറയുന്നു, വിശ്വാസത്തിൻ്റെ മർമ്മത്തിൻ്റെ ഒന്നിതാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. തന്നെ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കണം. നാം കർത്താവിനെ അന്വേഷിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ അതിനായി വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോൾ തിരയുന്നുവോ എങ്കിൽ നാം പ്രതിഫലം കണ്ടെത്തും. നാം സകല സൽഗുണങ്ങളും വർദ്ധിച്ചു അന്വേഷിക്കുന്നവൻ കണ്ടെത്തും. കർത്താവ് പറയുന്ന പോലെ യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു,
അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കപ്പെടും. ഓ, നാം എവിടെയാണ് നിൽക്കുന്നത്? മൂഢനായ വ്യക്തിയാണോ, അതോ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണോ? ഇന്നും പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവിനെ കർത്താവിനെ നാം അന്വേഷിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിലെ മർമ്മങ്ങളെ നാം അന്വേഷിക്കുന്നു. എങ്കിൽ അങ്ങനെ ചെയ്താൽ നാം കർത്താവിനെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായി മാറും. സകല സൽഗുണങ്ങളിലും വർദ്ധിച്ചു. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നാം കുരുടരും ഹസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം വരെ മറന്ന് മൂഢനുമായി തീരാൻ സാധ്യതയുണ്ട്. നാം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണോ? ഇത്രയും നമ്മൾ കണ്ടു. മെയിനായിട്ട് നമ്മുടെ മെയിൻ പോയിന്റ് ഇതാണ്: നാം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണ്. ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് 119 സങ്കീർത്തനത്തിൻ്റെ ഒരു ഭാഗം കൂടെ വായിച്ച് മുന്നോട്ട് പോകാം. 119 സങ്കീർത്തനം ദൈവവചനത്തിൻ്റെ ഒരു സങ്കീർത്തനമായിട്ട് അതിനെ കണക്കാക്കാം. അപ്പം അതിൽ 20 വാക്യം പറയുന്നു: നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു. വിധികൾക്കായുള്ള നിത്യവാഞ്ച, അതുകൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു. വിധികൾക്കായുള്ള നിത്യവാഞ്ച. അതേ സങ്കീർത്തനം 131 വാക്യം കൂടെ വായിക്കാം: നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കാൻ ഞാൻ എൻ്റെ വായ് തുറന്ന് കിഴയ്ക്കുന്നു. എൻ്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കുക. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾക്കായി, ദൈവവചനത്തിനായി എത്രത്തോളം ദാഹിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. വിധികൾക്കുള്ള നിത്യവാഞ്ച, കൽപ്പനകൾക്കായി വാഞ്ചിക്കാൻ എൻ്റെ വായ് തുറന്ന് കിഴയ്ക്കും. അപ്പോൾ ഇത്രത്തോളം വാഞ്ചയോടെ ആ മനുഷ്യൻ നിൽക്കുന്നു. അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ റിസൾട്ട് എന്തായി? നമുക്ക് അതേ സങ്കീർത്തനത്തിൽ തന്നെ വായിക്കാം. 119 സങ്കീർത്തനം 99 മുതൽ 101 വരെയുള്ള വാക്യം: നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാവുന്നു. നിന്റെ വചനം, ഇൻഫാക്റ്റ് എനിക്ക് തോന്നുന്നു 119 സങ്കീർത്തനം, ഞാൻ ഒരു വാക്യം എഴുതാൻ വിട്ടുപോയി. 119 സങ്കീർത്തനം 99 മുതൽ 101 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. നമ്മൾ കണ്ടു വചനത്തിന് എത്രത്തോളം ആ സങ്കീർത്തനക്കാരൻ ദാഹിച്ചത്. അങ്ങനെ ദാഹിച്ചൊരു വ്യക്തി, കർത്താവിനെ അന്വേഷിച്ച വ്യക്തി നാം കണ്ടു. ദൈവിക പരിജ്ഞാനത്തിൽ വളർന്നു വരും, ദൈവസന്നിധിയിൽ ബുദ്ധിമാനായി മാറും, സകല സൽപ്രവൃത്തികളും വർദ്ധിച്ചു വരും. എക്സാക്ട്ലി അത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. സ്പെസിഫിക്കായിട്ട് പറയുന്നത്, എൻ്റെ സാക്ഷ്യങ്ങൾ ധ്യാനമായിരിക്കൊണ്ട് സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാവുന്നു, വയോധികന്മാരിലും വിവേകമേറിയവനാവുന്നു. വചനം പ്രമാണിക്കേണ്ടതിന് സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. ജസ്റ്റ് വായിച്ചു. അതേസമയം 104 വാക്യത്തിൽ പറയുന്നു: നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. ഓ, എത്ര മനോഹരം! വചനത്തിനായി ദാഹിച്ചു, വചനത്തിൻ്റെ മർമ്മങ്ങളെ അന്വേഷിച്ചു, ഗുരുക്കന്മാരിലും ബുദ്ധിയുള്ളവനായി, വയോധികന്മാരിലും വിവേകമേറിയവനായി, ആ ജ്ഞാനം ഉള്ളിലുള്ളതുകൊണ്ട് സകല വ്യാജമാർഗത്തിലോട്ട് പോകുന്നില്ലെന്ന് മാത്രമല്ല, സകല വ്യാജമാർഗവും വെറുക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണ്. ഇവിടെ കാണുന്നു വചനത്തിനായി, കർത്താവിനായിട്ട് നിത്യവാഞ്ചയോടുന്നൊരു വ്യക്തി,
ദൈവത്തെ അന്വേഷിച്ചൊരു വ്യക്തി ഡെഫിനറ്റ്ലി ബുദ്ധിമാനായി മാറുന്നവൻ കാണാൻ സാധിച്ചു. വയോധികന്മാരിലും വിവേകമേറിയവനാവുന്നു. സകല വ്യാജമാർഗവും വെറുക്കുന്നു. ഗുരുക്കന്മാരിലും നാം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണ്. നാം നിരന്തരമായ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ നാം സകല സൽഗുണങ്ങളും വർദ്ധിച്ചു വരും. നാം അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നാം ഹസ്വദൃഷ്ടിയുള്ളവനും കുരുടനും മുമ്പിലത്തെ പാപങ്ങൾ ശുദ്ധീകരണവനോ മറന്നവനായി തീരാൻ സാധ്യതയുണ്ട്. നാം മൂഢരായിത്തീരാൻ സാധ്യതയുണ്ട്. നാം ദൈവത്തെ അന്വേഷിക്കുന്ന കർത്താവിൻ്റെ വചനങ്ങൾക്കായി ദാഹിച്ച് അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തരുന്ന ബുദ്ധിമാനാണ്. ഈ സമയത്തൊരു ഇൻസിഡൻറ്റ് ഞാൻ നോക്കുമായിരുന്നു. കോങ്കോ എന്നൊരു ദേശത്ത് അവിടെ മിഷണറീസ് ആദ്യം പോയ സമയത്ത് അപ്പം ഞാൻ ഒരു മിഷണറി പറഞ്ഞേക്കുന്ന അവർ കോങ്കോ ദേശം ഇങ്ങനെ നടന്ന് പോയി. ഒരു സമയത്തൊരു വലിയ നദി വന്നു. നേരം സന്ധ്യയായി. നദി അവർക്ക് ക്രോസ് ചെയ്യാനൊക്കത്തില്ല. അപ്പം അവർ നോക്കുമ്പോൾ അടുത്ത് കുറച്ച് ട്രൈബൽ ആൾക്കാർ കുക്ക് ചെയ്യുവാണ്. വലിയ ട്രേക്കകത്തൊക്കെ ഇങ്ങനെ ഇറച്ചിയൊക്കെ വേവിച്ച് ഇങ്ങനെ കുക്ക് ചെയ്യുവാണ്. അവരുടെ തിന്നാനുള്ള കാര്യങ്ങളൊക്കെ ഇവരോർത്തൊക്കെ എന്നാൽ പിന്നെ നമുക്ക് പിന്നെ ഇപ്പോൾ ക്രോസ് ചെയ്യാനൊക്കെ തന്നെ നമുക്ക് ഈ ട്രൈബൽസുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ട്രൈബൽസുമായിട്ടൊന്ന് കമ്പനി ആകാമെന്നൊക്കെ വിചാരിച്ചു. അവരുടെ ഭാഷ പഠിക്കുകയും അങ്ങനെയുള്ള അവരുടെ സുവിശേഷം അറിയിക്കുകയൊക്കെ വിചാരിക്കുക. അതിൻ്റെ മുന്നോടിയായിട്ട് അവരുമായിട്ടൊന്ന് കമ്പനി ആകാമെന്നൊക്കെ വിചാരിച്ച് ഇവരോടെത്തി. അടുത്ത് ചെന്നപ്പോഴാണ് ഇവരൊരു കാര്യം മനസ്സിലായത്. എല്ലാം ഓക്കെയാണ്. ഉള്ളി പ്രോബ്ലം ഈ വലിയ ട്രേക്കകത്ത് ഇവർ ഈ കുക്ക് ചെയ്യുന്നത് വേറൊന്നുമല്ല, മനുഷ്യമാംസമായിരുന്നു. അതേ നല്ല കുക്കിംഗ് ഒക്കെയാണ്. പക്ഷേ നമ്മൾ വിചാരിക്കും ഒരു പക്ഷേ ചിക്കൻ ആയിരിക്കും, അല്ലെങ്കിൽ ബീഫായിരിക്കും, മട്ടണായിരിക്കും, അല്ലെങ്കിൽ മാൻ്റെ ഇറച്ചി ആയിരിക്കും എന്നൊക്കെ വിചാരിക്കും. മനുഷ്യമാംസമായിരുന്നു ഈ കുക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ മിഷണറി പറയുന്ന പലപ്പോഴും അവർ ഈ ദേശത്തോട്ട് സുവിശേഷം അറിയിക്കാൻ സൈക്കിളിലെത്തുമ്പം ട്രൈബൽസ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് വരുവാൻ സൈക്കിളിൽ കുറച്ച് വൈറ്റ് മീറ്റ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ഇതൊരു പ്രതികൂലമായ അവസ്ഥയെ നമ്മൾ കാണാം. പക്ഷേ ഈ മിഷണറി പറയുന്ന അവരോട് വചനം സംസാരിച്ച് തുടങ്ങിയപ്പോൾ അവർ ആർത്തിയോടെ വചനം കേട്ടു. ഭയങ്കര ആർത്തി എന്ന് വെച്ചാൽ അവർക്ക് വചനത്തിനെ പറ്റി, കർത്താവിനെ പറ്റി കൂടുതലറിയാൻ അത്രയധികം ഒരു ആർത്തി വന്നു. പലപ്പോഴും മിഷണറിമാരെ അവർ ഉറങ്ങാൻ വരെ സമ്മതിച്ചിട്ടില്ല. വചനം പറയെന്ന് പറഞ്ഞ് ആർത്തിയോടെ ഈ മനുഷ്യർ വചനം കേട്ടു. പല ആൾക്കാരും വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അദ്ദേഹം പറഞ്ഞ് ഈ വൈറ്റ് മീറ്റ് പറഞ്ഞുകൊണ്ടിരുന്ന ഈ സ്ഥലങ്ങൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 28 സഭകളും ആ ട്രൈബൽ ആൾക്കാരും തന്നെ ശുശ്രൂഷിക്കുന്നവരുമായിട്ട് എഴുതിയിട്ടു. ഇവരുടെ കർത്താവിനെ അന്വേഷിച്ച തീക്ഷ്ണതയെ പറ്റിയാണ് ആ മിഷണറി പറയുന്നത്. ചോദ്യം ഇത്രയേ ഉള്ളൂ: നാം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണ്. വേറെ ദേവദാസനെ പറ്റി വേറൊരാൾ എഴുതിയത് ഞാൻ വായിച്ചു. ആ ദേവദാസൻ ഒരു സമയത്ത് വചനം അതിശക്തിയോടെ ഘോഷിച്ചുകൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു. ഇൻഫാക്ട് അദ്ദേഹം വചനം ഘോഷിക്കുമ്പം ആ മനുഷ്യർ അത്രയൊരു പാപത്തിൻ്റെ കൺവിക്ഷനാൽ നിറഞ്ഞ മനുഷ്യൻ, വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ടാകുമായിരുന്നു. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ആളില്ലാതെയായി. അദ്ദേഹം വലിയ ഹോളൊക്കെ റെൻ്റ് എടുത്താലും കുറച്ച് പേരേ ഉള്ളൂ. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വലിയ മ്യൂസിഷ്യനെയൊക്കെ കൊണ്ടുവന്നു. പക്ഷെ അതൊന്നും എഫക്റ്റായില്ല. അന്ന് ശുശ്രൂഷയിൽ തിളങ്ങി നിന്ന വചനത്താൽ അനേക ദൈവപ്രവൃത്തി കണ്ട മനുഷ്യൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളില്ലാതെ. അപ്പം എല്ലാവരും ഓർത്തു, ഇങ്ങനെ വല്ല പാപത്തിൽ വീണ് പോയോ, എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്. പക്ഷെ ശരിക്കും അദ്ദേഹം ഒരു പാപത്തിലും വീണ് പോയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ മനുഷ്യൻ പറയുന്നു, അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്ന വചനത്തോടുള്ള ആർത്തി തണുത്തുപോയി. ആദ്യം ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളായിട്ട് ഒരു അന്വേഷണം തണുത്തുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവപ്രവൃത്തിയില്ല, ആളില്ല.
അദ്ദേഹം മ്യൂസിഷ്യനെ വിളിച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കിയിട്ടൊന്നും നടന്നില്ല. കാര്യം ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ മെസ്സേജിൻ്റെ മെയിൻ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. നാം ആരാണ്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണ്. നാം കണ്ടു, മൂഢൻ്റെ ഹൃദയത്തിൽ ദൈവമില്ല എന്നുള്ള നോളജിനാൽ അദ്ദേഹം ദൈവത്തെ ത്യജിച്ചു കളഞ്ഞപ്പോൾ മറുവശത്ത് ഇതാണ് കർത്താവ് ചോദിക്കുന്നത്, നാം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണ്. കർത്താവിനെ വചനത്തിൻ്റെ മർമ്മങ്ങളെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരഞ്ഞ് സകല ഉത്സാഹവും കഴിച്ച് അന്വേഷിക്കുന്നവനാണ്. അങ്ങനെയെങ്കിൽ നാം ബുദ്ധിമാനായി മാറും, സകല സൽഗുണങ്ങളിലും വർദ്ധിച്ചു വരും. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നാം കുരുടന്മാരും ഹസ്വദൃഷ്ടിയുള്ളവരും മുമ്പിലത്തെ പാപങ്ങൾ ശുദ്ധീകരണം വരെ മറന്ന മൂഢരായിത്തീരും. പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ബൈബിൾ വായിക്കുന്നവരായിരിക്കാം, പുറമെ ആത്മീയരായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നാം ദൈവത്തെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണ്. അതോ വിശ്വാസത്തിൽ വന്ന സമയത്ത് അന്വേഷണം, ഇപ്പോൾ അന്വേഷണം തണുത്തു പോയ രീതിയിലായോ? അതോ അന്വേഷണമുണ്ട്, പക്ഷെ അന്വേഷണം ഈ ലോകത്തിലെ പണവും പ്രശസ്തിയും തലമുറ വെളിയിൽ പോയി അതിൽ പ്രശംസിച്ച് വലിയ ആളായിട്ട് നടക്കുന്നതിലുമായി പോയോ? നാം യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണ്. നമുക്ക് ആവശ്യങ്ങളെല്ലാം കർത്താവ് തരും. കർത്താവ് സ്പെസിഫിക്കായിട്ട് പറയുന്നു, ജാതികളെപ്പോലെ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് അന്വേഷിക്കേണ്ട, മുമ്പേ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന സകലവും നമുക്കുണ്ടാകും. പക്ഷേ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ, നാം ഇന്നും ദൈവത്തെ ആർത്തിയോടെ ദാഹത്തോടെ ദൈവത്തിന് മർമ്മങ്ങൾക്കായി ദാഹിക്കുന്ന അന്വേഷിക്കുന്ന ബുദ്ധിമാനാണ്. അങ്ങനെയെങ്കിൽ നാം ദൈവിക പരിജ്ഞാനത്തിൽ വളർന്നു വരും. അങ്ങനെ അല്ലെങ്കിൽ നാം കുരുടന്മാരും ഹസ്തദൃഷ്ടിയുള്ളവരും മൂഢന്മാരുമായി തീരാൻ സാധ്യതയുണ്ട്. നാം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങയുടെ വലിയ പ്രവൃത്തിക്ക് സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ക്രിയ ചെയ്തതിനായി നന്ദിയാണ് സ്തുതിക്കുന്നു. അപ്പോൾ അങ്ങയുടെ വലിയ പ്രവൃത്തിക്ക് സ്തുതിക്കുന്നു. പലപ്പോഴും അപ്പാ ഞങ്ങൾ അങ്ങേ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ഈ ലോകത്തിലെ നന്മയും ഈ ലോകത്തിലെ പേരും അതിലോട്ടായിപ്പോയപ്പോൾ ഞങ്ങൾ അങ്ങേങ്കിലേക്ക് മടന്നു വരുന്നു. ഞങ്ങൾ അങ്ങേക്കായി ദാഹിക്കുന്നു, അങ്ങയുടെ വചന മർമ്മങ്ങൾക്കായി ദാഹിക്കുന്നു. ഞങ്ങൾ കർത്താവെ അങ്ങേ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി മാറ്റുമാറാണെ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കായി ദാഹിക്കട്ടെ, അങ്ങയുടെ വശത്തിൻ്റെ മർമ്മങ്ങൾക്കായി ദാഹിക്കട്ടെ. അങ്ങേ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി നാം മാറട്ടെ. അങ്ങേ അന്വേഷിക്കാതെ മൂഢന്മാരോ കുരുടന്മാരോ ഹസ്തദൃഷ്ടിയുള്ളവനോ ആയി മാറാൻ ഇടയാകത്തെ പ്രാർത്ഥിക്കുന്നു. അങ്ങേ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി മാറട്ടപ്പ. ഞങ്ങൾ അങ്ങേക്കായി ദാഹിക്കട്ടെ, അങ്ങയുടെ വചനത്തിൻ്റെ മർമ്മങ്ങൾക്കായി ദാഹിക്കട്ടെ. അങ്ങേ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി മാറട്ടെ. കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വചനം ക്രിയ ചെയ്തതിനെ സ്തുതിക്കുന്നു. എൻ്റെ ഫ്രൂട്ട്സ് ഞങ്ങൾ കാണുന്നതിനെ സ്തുതിക്കുന്നു. എല്ലാം നസ്രായ യേശു ക്രിസ്തുവിനാൽ തന്നെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.